ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുസരണമുള്ളവരായി തീരുക. ये उपवास प्रार्थना में परमेश्वर की आत्मा हमसे चाहता है कि हम आज्ञाकारी बने. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് അനുഗ്രഹം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. परमेश्वर का वचन हमें सिखाता है कि जो आज्ञाकारी बनता है प्रभु की आशीषें उन्हें प्राप्त होती है. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സമയങ്ങളിൽ തന്നെ വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ദൈവമക്കൾ ദൈവസന്നിധിയിലായിരിക്കണം. इसलिए उपवास के पहले दिन में बड़े उम्मीद के साथ में और प्रतीक्षा के साथ में परमेश्वर के सानिध्य में बैठे हैं. അനുസരണത്തെക്കുറിച്ച് പ്രധാനമായും വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന അനവധി കാര്യങ്ങളുണ്ടെങ്കിലും आज्ञाकारिता के बारे में बाइबल हमें बहुत सारी बातें सिखाता है तो भी എന്നാൽ പ്രധാനമായി 5 അധികാരങ്ങളെ നാം അനുസരിക്കുന്നവരാകണം. पर हम उसमें से मुख्य रूप से 5 अधिकारों को मानने वाले बनना. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന നിലവാരത്തിൽ ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. पवित्र आत्मा जैसा चाहता है वैसे हम उन वचनों को समझेंगे प्रभु चाहे तो. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 5 അധികാരങ്ങൾക്ക് നാം അനുസരിക്കണം. हम 5 अधिकारों को हमें मानना है करके बताया वहाँ. ഒന്നാമത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ചിന്തയാണ് മക്കളോട് പറയുന്ന ഒരു വലിയ പ്രമാണം. वहाँ बताया गया कि बच्चों को बताने वाली एक बड़ी व्यवस्था के बारे में. മാതാപിതാക്കന്മാരെ അനുസരിക്കണം എന്ന് തലമുറകളോട് തിരുവചനം പറയുന്നു. वहाँ आज्ञा दिया गया है कि माता पिताओं का आदर करो करके. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് വളരെ അർത്ഥവത്തായ ഒരു അനുഭവമാണ്. अभी यहाँ आज के समय में देखें तो ये एक अर्थहीन बातें हैं. സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ऐसा एक समय अभी आ गया है जहाँ प्रेम संबंध या परिवारों में प्रेम नष्ट हो रहा है. അനേക കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. कई परिवार बिखर रहे हैं. സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. आनंद नष्ट हो रहा है. സ്വർഗീയമായ അനുഭവങ്ങൾ പ്രാപിക്കേണ്ട പല കുടുംബങ്ങളും വളരെ ദാരുണമായ അന്ത്യങ്ങൾക്ക് അടിമകളായി മാറുന്നു. स्वर्गीय अनुग्रह को प्राप्त करने वाले बहुत ही दीनता की अवस्था में जा रहे हैं. വല്ലാത്തൊരു ലോകത്തിന്റെ മുൻപിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. आप और हम एक अलग समय काल में पहुंच चुके ഈ हैं. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ദേശത്തെ ഓർത്ത് നാം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. बहुत जरूरी है कि उपवास प्रार्थना में हमारे राज्य और हमारे देश के बारे में सोचकर हम दुआ യാതൊരു करें. സ്നേഹവും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം അനുഭവങ്ങൾ, ऐसा एक अनुभव जिसमें प्रेम नहीं है, ഒന്നൊന്നിനോട് സ്നേഹിക്കാൻ കഴിയാത്ത एक അവസ്ഥ, एक से प्रेम नहीं कर पा रहा സ്നേഹങ്ങൾ മുഴുവൻ പരാജയപ്പെടുന്ന ഒരു और അനുഭവമായി. प्रेम पराजित होता हुआ दिख रहा है. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാകണം. इसलिए मैं कहना चाहूंगा कि बच्चे माता पिता का आज्ञा मानने वाले बने. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുണ്ട്. पर इन दिनों हम मीडिया के थ्रू बहुत सारी बातों की जानकारी पा रहे हैं. നമ്മുടെ ചുറ്റുപാടുകളിൽ പല നിലകളിലുള്ള പ്രതിസന്ധികൾ നടക്കുന്നത് നമുക്ക് വളരെ അറിവുണ്ട്. हमारे चारों ओर बहुत सारी मुसीबतें इसके हो रहा है हम देखते हैं. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, बच्चे माता पिता का आदर नहीं कर रहे, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കാത്തവർ, वे उनसे प्रेम नहीं कर रहे. അത് തിരിച്ചും സംഭവിക്കുന്നു. हो सकता है वो उल्टा भी हो. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കാത്ത ഒരു കാലഘട്ടം. ऐसा एक समय जहाँ माता पिता बच्चों से प्रेम नहीं करते. സ്നേഹമെന്ന യാഥാർത്ഥ്യം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കൈമോശം വന്നുപോയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. ऐसा समय में हम आ पहुंचे कि क्या प्रेम हमारे मध्य में बना है या नहीं करके. നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ ആനുകാലികമായ പ്രസക്തമായ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. आप ऐसा सोच रहे हो कि ये बातें अभी यहाँ क्यों की जा रही है ഇത് करके. ഉപവാസ പ്രാർത്ഥനയല്ലേ? ഉപവാസത്തിന് നമ്മള് കൃപകളും കൃപാവരങ്ങളും ഒക്കെ അല്ലേ ജ്വലിക്കപ്പെടേണ്ടതും ജ്വലിപ്പിക്കേണ്ടതും? हाँ, ये उपवास प्रार्थना में दानों और वरदानों के बारे में उसको ज्वलित करना है, वो बारे में बात करना ഞാൻ है. ദൈവമക്കളോട് പറയാം, അടിസ്ഥാനപരമായി തിരുവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് കാലുവെച്ച് മുൻപോട്ട് പോകുന്ന ഓരോ ദൈവ പൈതലും അവർ കൃപകളെ പ്രാപിച്ചുകൊണ്ടിരിക്കും. परमेश्वर के वचन के अधीन होकर रहने वाले एक एक दिन जो है परमेश्वर में आगे बढ़ते हैं. വചനം അനുശാസിക്കുന്ന ആ അനുഭവങ്ങളെ അനുസരിച്ച് മുന്നേറുമ്പോഴാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരുന്നത്. वचन की आज्ञाओं को मानकर आगे बढ़ते हैं तब परमेश्वर हमारे ऊपर कार्य करता है. അപ്പോൾ ഒന്നാമത് നാം അനുസരിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണ്. पहला हमें आज्ञा मानना हमारे माता पिताओं को. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്കും എഫെസോസ് സഭയ്ക്കും എഴുതിയ ആ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. प्रेरितों ने जैसे कुलुसी और इफिसुस की सभा में लिखा उसकी ओर हम जाते हैं. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. कुलुसियों 3 का 20 वचन हम पढ़ेंगे. ദൈവത്തിന് പ്രസാദമുള്ളത് നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നതിലാണ്. प्रभु को प्रसन्न करना आपके द्वारा जो होता है माता पिता के आदर के द्वारा होता है. മക്കളെ, നിങ്ങൾ
നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം. तुम जो है अपने माता पिता का आदर करना है. അപ്പോൾ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കാതെ अगर हम माता पिता का आदर मान नहीं ഞാൻ करते, ദൈവത്തെ ഭയങ്കരമായിട്ട് അനുസരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. अगर आप ये कह रहे माता पिता का तो आदर नहीं करते पर खुदा का आदर करते बोलने से कुछ नहीं होगा. എനിക്കും നിങ്ങൾക്കും അന്യഭാഷകൾ ഉണ്ടാകാം, आपको और मुझे अन्य भाषा होगा, വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നവരാകാം, बड़ी सेवकाई करने वाले होंगे, വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മളിലൂടെ നടക്കുന്നുണ്ടാകാം. बड़े बड़े कार्य हमारे द्वारा हो रहे होंगे. പക്ഷേ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, സ്നേഹിക്കേണ്ട കാര്യങ്ങൾ, അനുസരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തില്ല. अगर हमारे जीवन में देखा तो प्रेम नहीं है, आदर नहीं है तो कुछ नहीं है. तो അപ്പം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് परमेश्वर हमसे क्या चाहता है? നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കുക हम എന്നുള്ളതാണ്. माता पिता का आदर करें. നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. हम हमारा परिवार के बारे में एक बार जांचें. എന്റെ വീടിനകത്ത് എങ്ങനെയാണ് എന്റെ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ആ റിലേഷൻ, वहाँ माता पिता और बच्चे के बीच का संबंध क्या है करके, ബന്ധം എങ്ങനെയാണ്? आपका संबंध कैसा है? ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലെ ബാക്കിയുള്ള കൃപകളൊക്കെ നിശ്ചയിക്കുന്നത്. आपके संबंधों के अधीनता में है सारी बातों प्रकट होता വീടിനകത്ത് है. യാതൊരു സാക്ഷ്യവും ഇല്ല, आपके घर में आप गवाह नहीं है, വീടിനകത്ത് ആരെയും അനുസരിക്കത്തില്ല, आप घर में कहना नहीं मानते, യാതൊരു തരത്തിലുള്ള സ്നേഹമില്ല, कोई प्रेम नहीं है, പക്ഷെ ഭയങ്കര ശുശ്രൂഷയാ. पर बड़ी सेवकाई है आपकी. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, पर मैं आज आपसे कहना चाहता हूँ, എത്ര ശുശ്രൂഷിച്ചാലും ദൈവത്തിന് മുമ്പിൽ സീറോയായി പോകും. अगर आप कितनी भी सेवकाई कर लो प्रभु के सामने आप शून्य हैं. ഒരുപക്ഷെ നമ്മുടെ ശുശ്രൂഷ കൊണ്ട് ചിലർക്ക് ജയമുണ്ടാകാം. हो सकता है हमारी सेवकाई के द्वारा किसी को जय प्राप्त കാരണം हो. ഈ ദൈവത്തിന്റെ വചനമാണ്, അത് അതിന്റെ നീതി വെളിപ്പെടുത്തും. परमेश्वर का वचन है इसलिए वहाँ पे धर्म प्रकट होगा. പക്ഷേ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകും. पर हमको क्या है परमेश्वर को इसका लेखा ഞാൻ देना ഈ ഉപവാസ पड़ेगा. പ്രാർത്ഥനയിൽ ദൈവമക്കളോട് ഞാൻ पर പറയാം, मैं आज आपसे कहना चाहता हूँ, കൃപകളെ പ്രാപിക്കുന്നത് അല്ല വലിയ കാര്യം, वरदानों को प्राप्त करना बड़ी बात नहीं है. കൃപാവരങ്ങൾ ഏറ്റെടുക്കുന്നത് അല്ല വലിയ കാര്യം. वरदानों को प्राप्त कर लेना बड़ी बात नहीं നമ്മൾ है. നമുക്ക് തന്നവരെ അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ अगर हमें जो दिया गया उसको मानने के लिए हम तैयार हो, ബാക്കിയുള്ളതെല്ലാം ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. बाकी सब खुदा हमें देता रहेगा. ഇവൻ വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കിയാൽ ദൈവം നമ്മളെ പലതും പരമേൽപ്പിക്കും. आप विश्वास योग्य है खुदा देखेगा तो बहुत सारी बातें आपको सौंपेगा. वो പലതും പരിശുദ്ധാത്മാവ് നമ്മളെ പിടിച്ചേൽപ്പിക്കും. पवित्र आत्मा नहीं तो हमें देगा ഇവൻ जबरदस्ती. ഇതിന്റെ അകത്ത് വിശ്വസ്തനാണ്, ये बात में ये विश्वास योग्य ഇവൻ है, പ്രയോജനപ്പെടും, ये उपयोगी होगा, ഇവൻ അനുസരിക്കുന്നവനാണ്, ये आज्ञा मानने वाला है, ഭവനത്തിനകത്ത് ഇവ ये സ്നേഹിക്കുന്നവനാണ്, भवन में प्रेम करता है, ഭവനത്തിനകത്ത് പരസ്പരമുള്ള ധാരണകളും സന്തോഷങ്ങളും ഇവർക്കുണ്ട്. इनके भवनों में परस्पर सारी बातें एक समान होती है അതുകൊണ്ട് करके। തന്നെ ദൈവം നമ്മളെ ചിലതേൽപ്പിക്കും, तब कुछ बातें खुदा हमें सौंप देगा, അല്ലാത്തതെല്ലാം സീറോയാ. वरना शून्य होंगे आप. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു बहुत കാര്യമൊന്നുമില്ല. सारे कार्यों को हमने कर दिया बोलने से कोई फायदा नहीं. തമ്പുരാൻ നമുക്ക് ഇടുന്ന മാർക്ക് എന്നാന്നറിയാമോ? तो വട്ടപൂജ്യമാണ്. परमेश्वर हमें क्या मार्क्स देगा? वो जीरो होगा, കാരണം നിന്നെ ഏൽപ്പിച്ച് നീ ചെയ്തിട്ടില്ല. क्योंकि तुझे दिया वो तूने नहीं किया. അനുസരിക്കേണ്ടത് വീടിനകത്തൂന്ന് തുടങ്ങണം. आज्ञा मानने का कार्य आपके भवन से आपको शुरू करना है. വീടിനകത്തൂന്ന് അനുസരണം തുടങ്ങിയാൽ अगर भवन से आज्ञा मानना शुरू होगा ബാക്കിയുള്ള എല്ലാ മേഖലകളും അത് അനുഗ്രഹമായി മാറും. तो सारे मंडल आपके लिए अनुग्रह बन जाएगा. ഇനി എഫേസ്യ ലേഖനത്തിലേക്ക് വന്നേ, 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. इफिसियों 6 का 1 और 2 वचन पढ़ेंगे. ദൈവം പറയുന്നു, അപ്പനെയും അമ്മയെയും നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ദീർഘായുസുണ്ട്. यहाँ बताया कि अगर माता पिता का आज्ञा मानेंगे तो आप दीर्घायु को प्राप्त करेंगे. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാകണം. माता पिता को प्रेम करने वाले बने. ഈ ഉപവാസ പ്രാർത്ഥന ദൈവമക്കളെ നമ്മൾ ആഴമായിട്ട് ഇതൊന്ന് ചിന്തിക്കണം. ये उपवास प्रार्थना में हम सब इसको गहराई से നമ്മുടെ जरा समझें. കുടുംബത്തിന്റെ അകത്തെ സന്തോഷം നിലച്ചുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതാകണം ഈ ഉപവാസ अगर പ്രാർത്ഥന. हमारे भवनों में आनंद समाप्त हो गया तो उसे वापस प्राप्त करना. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏതെങ്കിലും നിലകളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ദൈവകൃപകളെ നാം തിരിച്ചു പിടിക്കണം. अगर हमारे भवन में से जीवन में से कुछ अनुग्रह नष्ट हुआ तो वापस प्राप्त करना. ഞാൻ പറയാം, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് അനവധി കാര്യങ്ങളാണ്. क्योंकि हमारे माता पिता हमारे लिए बहुत कष्ट उठाते हैं. ഭയങ്കര കഷ്ടതയോടാണ് മാതാപിതാക്കൾ തലമുറകളെ വളർത്തിയെടുക്കുന്നത്. बहुत ही कष्ट के साथ में माता पिता बच्चों को पालते हैं. പക്ഷേ തലമുറകൾ ഒരു
നല്ല ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോ बच्चे एक अच्छे जगह पे पहुंच जाते हैं तो ഒറ്റക്കാലം നിൽക്കാൻ ത്രാണി വരുമ്പോൾ മാതാപിതാക്കളെ നിഷ്ഠൂരം തള്ളിക്കളയുക. जब वे अपने पाँव में खड़े हो जाते तो माता पिता को नहीं कुछ नहीं समझते, യാതൊരു സ്നേഹവും പ്രകടമാകുന്നില്ല. कोई प्रेम उनमें नहीं दिख रहा। ആ മാതാപിതാക്കൾ എത്രമാത്രം മക്കളെ സ്നേഹിച്ചു वो വളർത്തിയതാണ്, माता पिता कितना प्रेम से उस बच्चे को पालन पोषण എത്രയോ किया, സ്നേഹം കൊടുത്തു വളർത്തിയതാണ്. कितना प्यार देकर बढ़ाया। പക്ഷേ ആ മാതാപിതാക്കളോട് മക്കൾക്ക് യാതൊരു കരുണയും ഇല്ലാത്തൊരു पर കാലം. वो माता पिता से वो बच्चे को कोई करुणा नहीं। ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് ഇതൊരു തിരിച്ചറിവ് നമുക്ക് വേണം. पर मैं आज आपसे और हम कहना चाहूंगा कि ये समझ हमारे अंदर होनी जरूरी ഒരു है। വലിയ തിരിച്ചറിവ്, ഒരു വലിയ വെളിച്ചം നമുക്കുണ്ടാകണം. एक समझ और एक प्रकाशन हमें होना जरूरी ഞാൻ है। എൻ്റെ അമ്മയ്ക്ക്, ഞാൻ എൻ്റെ പിതാവിന് ദോഷം ചെയ്യുന്നവരാണോ? मैं अपने माता के लिए बुरा करता हूँ ഞാൻ എൻ്റെ മക്കൾക്ക് ദോഷം ചെയ്യുന്നവരാണോ? या माता पिता सोचे क्या मैं अपने बच्चों के ഇത് लिए बुरा करता हूँ തിരിച്ചും क्या? മറിച്ചും ചിന്തിക്കണം. आप उल्टा सीधा कर इन बातों को सोचें। മാതാപിതാക്കൾ ചിന്തിക്കണം, മക്കളും ചിന്തിക്കണം. माता पिता भी सोचना है और बच्चे भी सोचना है। ഞാൻ നിങ്ങൾ ചെന്ന് കയറുന്ന കുടുംബത്തിനകത്ത് അവിടെയുള്ള മാതാപിതാക്കളെയും അല്ലെങ്കിൽ സഹോദരങ്ങളെയും ആയിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കണം. आप वहाँ जाकर माता पिता या भाई बहनों से इसको कनेक्ट कर देखे दो। കൂട്ടി യോജിപ്പിക്കപ്പെടുന്നത് ദൈവത്താലാണെന്ന് മനസ്സിലാക്കുക. अगर आप इन बातों को परमेश्वर के द्वारा है समझना है। ദൈവത്താൽ കൂട്ടി യോജിപ്പിക്കപ്പെടുന്നിടത്ത് വളരെ ആഴമായി സ്നേഹത്തെ പ്രകടമാകണം. अगर परमेश्वर के द्वारा है तो वो प्रेम भरपूरी से दिखाना है। നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന പല കുടുംബങ്ങളും कई बार पराजित हुए परिवारों के बारे में हम बताते हैं। ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇത് ശരിക്കും നമ്മുടെ മനസ്സിനകത്ത് കയറണം. ये उपवास प्रार्थना में इन बातों को आप समझना है। കാര്യം എന്റെ കുടുംബ ബന്ധം എങ്ങനെയാണ്, ये हमारा परिवार का संबंध कैसा എന്റെ है, കുടുംബത്തിന്റെ അകത്തെ അവസ്ഥ ഏതാണ്, मेरे परिवार की अवस्था क्या है, വീടിനകത്ത് ഒരു സ്വസ്ഥത എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ, के अंदर क्या एक शांति होती है क्या, ആഴമേറിയ ഒരു സമാധാനം എന്റെ അകത്തുണ്ടോ? क्या मेरे अंदर कोई शांति है क्या? ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ട കടമ എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. अगर ऐसा नहीं है तो आज उसका जो दायित्व है आपका और मेरा है। അയലവക്കക്കാരല്ല നമുക്ക് വിരോധമായി എഴുന്നേക്കുന്നത്, पड़ोसी नहीं है हमारे लिए विरोधी बनकर खड़े होते हैं। തിരിച്ചറിയാൻ നമ്മൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തെ തകർക്കുന്നതും പണിയപ്പെടുന്നതും. आप ये समझना है कि हमारे परिवार को हम खुद ही बनाते हैं और तोड़ते भी है। അപ്പൊ ഞാൻ പറയാം, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭം ദൈവം നമ്മളോട് പറയുന്നത് കൃപ പ്രാപിക്കാനല്ല, മറിച്ച് ഈ ഒരു ദൈവികമായ ദൗത്യത്തെ ദൈവമക്കൾ ഏറ്റെടുക്കുന്നവരാകണം. ये उपवास प्रार्थना में परमेश्वर का आत्मा कहता है कि आप इन बातों को, दायित्व को ले ले, ना कि अनुग्रह के लिए प्रार्थना करें। അടിസ്ഥാനം കറക്റ്റ് ആകണം. पहले आपका नींव मजबूत है क्या? അല്ലേ? അടിസ്ഥാനം കറക്റ്റ് ആണെങ്കിൽ നല്ലതായിട്ട് പണിയപ്പെടും. अगर आपका नींव सही है तो आप अच्छे से इमारत बना पाएंगे। അടിസ്ഥാനം കറക്റ്റ് ആണോ, अगर नींव सही है എത്ര നല്ല വേണേലും പണിതെടുക്കാം. कितना भी मंजिल उसके ऊपर आप खड़ा कर सकते हैं। അപ്പൊ നോക്കുക, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതന്നെയാ. परमेश्वर हमारे लिए भी यही चाहता है। അതിനാ പറയുന്നത്, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? अगर नींव भी टूटा हुआ है तो धर्मी क्या करेगा? അടിസ്ഥാനം മറിഞ്ഞു പോയാൽ പോയി, अगर नींव टूट गया तो गया काम से, എല്ലാം തീർന്നു. सब समाप्त हो गया। വീടിനകത്തെ സന്തോഷം കെട്ടുപോയാലോ? अगर घर का आनंद समाप्त हो गया तो അപ്പൊ സന്തോഷം ഉണ്ടാക്കേണ്ടത് ആരാ? आनंद कौन बनाना है? നിങ്ങളുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാക്കേണ്ടത് പാസ്റ്ററാണോ? क्या आपके घर का आनंद लेके आने वाला पास्टर है? നിങ്ങളുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാക്കേണ്ടത് അയലോക്കത്തെ ആൾക്കാരാണ്? क्या आपके घर का आनंद पड़ोसी बनाना है? ഒന്നുമല്ല, कुछ नहीं ऐसा। അവരവർ തന്നെയാ. आपको करना है। സമാധാനം ഉണ്ടാക്കേണ്ടത് നമ്മളാ. शांति लाना है तो खुद से। യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നത്, पहाड़ी उपदेशों में यीशु मसीह ने ऐसा कहा, സമാധാനം നിങ്ങൾ ഉണ്ടാക്കണം, समाधान आपको बनाना है, സമാധാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. शांति या समाधान आपको खुद से बनाना ഇതൊന്നും है। തന്നെ ഉണ്ടായി വരുന്ന ഒരു കാര്യമല്ല. वो यूं ही बनकर आता नहीं अपने आप से। സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. शांति हमें खुद बनाना है। പലരും പറയുന്നത്, എന്റെ പാസ്റ്ററെ സമാധാനം ഇല്ല. लोग कहते हैं कि प्रभु मुझे शांति नहीं है എത്ര पास्टर। പ്രതീക്ഷയോടെ എന്റെ വീട് ആയിരുന്നത്, कितनी उम्मीद से मेरा भवन था करके, എത്ര പ്രതീക്ഷയോടെ ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തത്, कितनी उम्मीदों से हमने बहुत सारे कार्यों को किया പക്ഷേ करके, സമാധാനം ഇല്ല, पर शांति नहीं है, സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. आनंद महसूस नहीं कर पा ഞാൻ रहे। ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, पर मैं आज
आज आपसे कहना ഇവിടെ चाहूंगा, പിശാചിനെ ശാസിച്ചിട്ട് കാര്യമില്ല. शैतान को झिड़कने से नहीं होगा। നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. जो हमें करना है वो हमें खुद को करना है। നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. प्रवृत्ति करना हमें ही करना है। ഒരു കുടുംബജീവിതം ശരിക്ക് പണിയപ്പെടാൻ एक परिवार अगर सही तरीके से बनना है, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. परमेश्वर हमसे क्या चाहता है। നിങ്ങൾ വിചാരിക്കും ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്തിനാ ഈ കുടുംബത്തെ കുറിച്ചൊക്കെ പറയാൻ പോകുന്നു? आप लोग सोच रहे हैं कि उपवास प्रार्थना में परिवार के बारे में क्यों बात ഞാൻ हो रही പറയാം, है। അടിസ്ഥാനപരമായ അനുസരണം വീടിനകത്താ വെളിപ്പെടേണ്ടത്. क्योंकि नींव रखा जाए तो घर में आज्ञा मानना जरूरी അത് है। മാതാപിതാക്കളെ അനുസരിച്ച് തുടങ്ങണം. माता पिता का आदर मान करके शुरू करना है। എത്ര പേര് കേൾക്കുന്നുണ്ട്? कितना लोग सुनते हैं? മാതാപിതാക്കളെ അനുസരിച്ച് തുടങ്ങണം. आप माता पिता का आदर करके शुरुआत അങ്ങനെ करें। അനുസരിച്ച് തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ऐसा करने के बाद हमें डरने की जरूरत नहीं है। ഇനി ദൈവമക്കൾ തിരിച്ചറിയേണ്ടത്, സ്തോത്രം, ആ നിലകളിൽ നമ്മൾ മുൻപോട്ട് പോയാൽ മാത്രമേ നമുക്ക് അനുഗ്രഹമുള്ളൂ. अब आपको समझना है, इस तरीके से हम आगे बढ़ेंगे तो ही हमारे लिए कुछ होगा। ഇവിടെ അപ്പോസ്തലന് കിട്ടിയ വെളിപ്പാടിൽ താൻ തന്റെ സഭകൾക്ക് ശക്തമായി കൊടുക്കുന്ന ലേഖനങ്ങളിൽ എഴുതപ്പെട്ടതാണ് നമ്മൾ വായിച്ചത്. प्रेरितों के मिला हुआ प्रकाशन के द्वारा उन्होंने कलीसियाओं को लिखी बातों को आज हमने अभी നിങ്ങൾ सीखा। മാതാപിതാക്കളെ അനുസരിക്കുന്നവരാകുക. माता पिता का आदर मान करने वाला, आज्ञा मानने वाले അപ്പോൾ बने। തന്നെ മാതാപിതാക്കളോട് അതിന് താഴ്ത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. वहाँ नीचे माता पिता से भी कुछ बातें बताई गई है। മക്കളെ പ്രകോപിപ്പിക്കരുത്. माता पिता से बोलता है कि बच्चों को, അമ്മേ, മക്കളെ ദേഷ്യം പിടിപ്പിക്കരുത്. उनको रीस ना दिलाओ, മക്കളെ കോപിപ്പിക്കാനിടയാകരുത്. उनको रीस ना दिलाए അപ്പൊ करके। നമ്മൾ എത്രമാത്രം ശ്രദ്ധാപൂർവം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളും നാം ചെയ്യേണ്ടതാണ്. तो हमें कितना ध्यान से हमारे कार्यों को करना है और बोलना है। അപ്പൊ നമ്മുടെ കുടുംബം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടണം. हमारा परिवार मसीह में अनुग्रहित होने के അതിന് നമ്മൾ വീടിനകത്ത് നമ്മൾ അനുസരിക്കുന്നവരാകണം. लिए हम घर में आज्ञा मानने वाले बने, പരസ്പരം സ്നേഹമുള്ളവരായി തീരണം. परस्पर प्रेम करने वाले बने। ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. सही बोले तो समय काल एक बिगड़ा हुआ समय काल है। വാർദ്ധക്യമായി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ മക്കൾക്ക് യാതൊരു താല്പര്യവും ഇല്ല. माता पिता बुजुर्ग होने के बाद बच्चे उनमें तात्पर्य इच्छा नहीं दिखाते। പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ അധികപ്പറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. कई परिवारों में माता पिता अकेले होने की अवस्था में हो ഓ, गए हैं। വല്ലാത്തൊരവസ്ഥയാ. ऐसा एक अवस्था। ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത തലമുറയെ ഇത്രത്തോളം ആക്കി തീർത്തിട്ട് ആ മാതാപിതാക്കളെ തള്ളിക്കളയുന്നവർ. ऐसा अवस्था जहाँ माता पिता अपने बच्चों को पाल पोस कर बड़ा कर देते हैं, फिर उन्हें अलग कर देते हैं। वे കഴിഞ്ഞ ദിവസം ഒരു സംഭവം മാധ്യമങ്ങളിലൂടെ കേൾക്കാനിടയായി. पिछले दिनों मीडिया में एक बात सुना ऐसा। വലിയ സങ്കടത്തോടെയാണ് ഒരു മകൻ പിതാവിനെ കുറിച്ച് എഴുതിയത്. एक जो बेटा है अपने पिता के बारे में लिखता है। ഭാര്യയുടെ നിർബന്ധ പ്രകാരം अपनी पत्नी की जबरदस्ती से അപ്പനെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. कैसे भी करके पिता को घर से अलग करना। യാതൊരു തരത്തിലും സ്വസ്ഥത കൊടുക്കുന്നില്ല. कोई भी शांति या समाधान नहीं ഭാര്യ देती। പറയുന്നു, ഈ അപ്പൻ വീടിനകത്ത് വേണ്ട, क्योंकि ये पिता हमारे घर में नहीं ഈ चाहिए। അപ്പനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്ക്. इस पिता को ओल्ड होम में लेके डाल दो കാരണം करके। പ്രായമായി, क्योंकि ये उम्र हो गई है। അറിയാതെ മൂത്രമൊഴിച്ചു പോകുന്നു, वो जाने अनजाने में पेशाब कर देते हैं, അറിയാതെ തുപ്പിപ്പോകുന്നു, अनजाने में थूक देते हैं। കഴിക്കുന്ന ആഹാരങ്ങൾ കയ്യിൽ നിന്ന് വിറച്ച് താഴെ വീഴുന്നു. कई बार खाना खाते समय हाथ कांप कर खाना गिर जाता है। പല നിലകളിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വീടിനകത്ത് ഈ പിതാവിലൂടെ ഉണ്ടാകുന്നു. कई प्रकार की परेशानी पिता की वजह से इस घर में हो रहा है। പ്രായമാകുന്നത് ഒരു കുറ്റകരമല്ല, बुजुर्ग होना कोई गलती नहीं है। വയസ്സാകുന്നത് ഒരു കുറ്റകരമല്ല. अगर उम्र हो रही है गलती नहीं അത് है उनकी। ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. क्योंकि परमेश्वर ने रखा एक व्यवस्था അതിലൂടെ है वो। ഞാനും നിങ്ങളുമൊക്കെ കേറി പോകേണ്ടി വരും. उसमें से आप और हमको गुजरना पड़ेगा। ഈ മകൻ നിറകണ്ണുകളോട് ഈ അപ്പനെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി. ये पत्नी की जबरदस्ती के कारण पिता को ओल्ड एज होम में ले जाके डाल അപ്പനോട് दिया। പറഞ്ഞില്ല ഇങ്ങോട്ടാ പോകുന്നതെന്ന്. पिता को बताया नहीं पुत्र ने कि कहाँ जा रहे പോകുന്ന हैं। വഴിക്ക് കാറിലിരുന്ന് അപ്പം ഭയങ്കര സന്തോഷം. बैठे हुए कार में पिता बड़ा आनंदित है। എന്റെ മകൻ എന്നെ കാറിൽ യാത്ര കൊണ്ടുപോകുകയാണ്. पिता सोच रहा मेरा बेटा मुझे कार में लेके ഗ്ലാസ് ഒക്കെ താഴെയിട്ട് പ്രകൃതിയുടെ നല്ല ഭംഗി ആസ്വദിച്ച് അപ്പൻ വലിയ സന്തോഷത്തോടെ പോകുക. कार का ग्लास नीचे करके प्रकृति का आनंद लेते हुए पिता जा रहे हैं। എന്നാൽ ആ അപ്പൻ അറിയുന്നില്ല സ്വന്തം മകൻ വൃദ്ധസദനത്തിലേക്ക് എന്നെ अब കൊണ്ടുപോകുന്നെന്ന്. पिता ये नहीं जान रहा है कि बेटा मुझे ओल्ड एज होम में ले जाके डालने जा रहा है। വൃദ്ധസദനത്തിന്റെ പടിവാതിലേക്ക് കയറി जैसे ही ओल्ड एज होम में प्रवेश किया, അപ്പന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു തുടങ്ങി. पिता का हृदय टूट गया दर्द में। മകനെ, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? बेटा हम क्यों आए यहाँ पे? അപ്പനോട് ആ മകൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അധികപ്പറ്റ.
इसलिए बेटा ने कहा आप अब हमारे घर में अभी ज्यादा ഇനി മുതൽ നിങ്ങൾ ഇവിടെ താമസിച്ചു. अब यहाँ आप रहेंगे. ആ അപ്പനെ വൃദ്ധസദനത്തിലേക്ക് ഏൽപ്പിച്ചിട്ട് വേണ്ട പണത്തെ മുഴുവൻ നൽകി കൊടുത്തു. वहाँ ओल्ड एज होम में पिता को सौंपकर जो पैसा उन्हें देना देकर അല്ലാതെ വേദനയോടെ ആ തലമുറയും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. और बड़े दर्द के साथ वो बेटा भी वहाँ से അപ്പന് निकला നിറ കണ്ണുകളോടെ മകനെ യാത്രയാക്കി. और पिता भी बड़े आंसुओं के साथ बेटा തിരിഞ്ഞു को विदा നോക്കാൻ किया. കഴിയാതെ അപ്പൻ വേഗത്തിൽ അകത്തേക്ക് കേറിപ്പോയി. बेटा को देखे बगैर पिता जल्द से जल्द अंदर प्रवेश നിറ किया കണ്ണുകളോടെ ആ തലമുറയും ഇറങ്ങി और വന്നു. आंसुओं के साथ बेटा भी बाहर निकला. പോകുന്ന വഴിക്കൊക്കെ ഇവൻ ഇങ്ങനെ ചിന്തിച്ചു, जाते रास्ते में बेटा ऐसा सोचने എന്റെ लगा, ജനനം മുതൽ എന്റെ അപ്പൻ എന്നെ ആഴമായി സ്നേഹിച്ചതാണ്. मेरे जन्म से लेकर पिता ने आज तक मुझे दिल से प्रेम किया. എന്റെ ഭാര്യ നിമിത്തം ഇപ്പോൾ എന്റെ അപ്പനെ ഞാൻ തള്ളിക്കളയേണ്ടി अब വന്നു. मेरी पत्नी की वजह से मैंने मेरे पिता को ठुकरा दिया. അല്ലാതെ വേദനിച്ചു പോയ ആ മനസ്സ്, बहुत दर्द में वो दिल അവന്റെ था. അപ്പൻ അവന് വേണ്ടി ചെയ്തതെല്ലാം അവൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓർത്തെടുക്കാൻ തുടങ്ങി. वो एक एक बातें याद करने लगा जो उसका पिता ने उसके लिए किया. എങ്ങനെയൊക്കെയോ ഓർത്തോർത്ത് അന്ന് രാത്രി അവൻ കിടന്നുറങ്ങി. कैसे कैसे सोचकर वो रात उसने निकाली. ഗാഢമായി അവൻ നിദ്രയിലെത്തിയപ്പോൾ गहरी नींद में वो പെട്ടെന്ന് അവനൊരു ഫോൺ കോള്. तुरंत एक फोन कॉल आता है. ഫോൺ കോള് വന്നപ്പോൾ അവൻ എടുത്തു. ഈ ശല്യം ഈ രാത്രി എന്താണ്? ആരാണ് ഇത്രമാത്രം ഈ രാത്രിയിൽ എന്നെ ഫോൺ वो ചെയ്യുന്നത്? सोच रहा है इतना मध्य रात्रि में कौन मुझे तंग करने के लिए फोन किया. പെട്ടെന്ന് നോക്കിയപ്പോൾ അവൻ അറിയാത്ത ഒരു നമ്പറാണ് വന്നിരിക്കുന്നത്. वो देखा तो एक अनजाना फोन नंबर उसके लिए आया. പെട്ടെന്ന് അവൻ ചാടിയെടുത്തു. तुरंत उसने उठा लिया. പകുതി മയക്കത്തിൽ അവൻ ആ ഫോണ് അവന്റെ ചെവിയിലോട് ചേർത്ത് പിടിച്ചു. आधे अधूरे नींद में उसने वो फोन को उठा के बात किया. കേൾക്കുന്ന ശബ്ദം, നിന്റെ അപ്പൻ മരിച്ചുപോയി. सुना हुआ आवाज, तेरा पिता मर गया. അവൻ ഭയങ്കര ഞെട്ടലോടെ ചാടി वो എഴുന്നേറ്റു. बड़े झटके के साथ उठ गया. വേഗത്തിൽ അവൻ ഡ്രസ് ഇട്ട് വണ്ടിയെടുത്ത് വൃദ്ധസദനത്തിലേക്ക് ഓടി. तुरंत वो कपड़े पहनकर गाड़ी लेकर वो ओल्ड एज होम में पहुंच അവൻ गया. അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വിളിച്ചോ? वहाँ पे वो सिक्योरिटी से पूछा, क्या तो आप लोगों ने कॉल किया സെക്യൂരിറ്റി मुझे? ചോദിച്ചു, നിങ്ങൾ എന്നെ ഈ രാത്രിയിൽ ഇത്ര തിടുക്കത്തോടെ ഓടി വന്നത്? सिक्योरिटी ने पूछा, आप इतने घबराहट के साथ क्यों अभी यहाँ आए? സാധാരണ മാതാപിതാക്കളെ കൊണ്ട് ആരെങ്കിലും മക്കൾ വിട്ടുകഴിഞ്ഞാൽ അവർ പിന്നെ തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല, അവർ പണം അയച്ചു തരികയുള്ളൂ. साधारण तौर पे देखा जाए तो कोई भी बच्चे लौट कर आते नहीं है, सिर्फ वो उनके लिए पैसों को भेजते നിങ്ങൾ എന്നെ हैं. ഈ രാത്രി വന്നത്? पर क्यों तुम रात को आए? സെക്യൂരിറ്റിയോട് ചോദിച്ചു, ഇവിടെ നിന്ന് എനിക്കൊരു ഫോൺ വന്നു, उसने कहा, यहाँ से मुझे कॉल आया, എന്റെ അപ്പം മരിച്ചുപോയെന്ന്. मेरा पिता की मृत्यु हो गई. നിങ്ങൾ വേഗം വരണമെന്നുള്ള വാർത്തയാണ് എനിക്ക് കിട്ടിയത്. बोला कि जल्दी आओ, ऐसा एक न्यूज मुझे मिला. സെക്യൂരിറ്റി പറഞ്ഞു, നിന്റെ അപ്പം മരിച്ചിട്ടില്ല. पर सिक्योरिटी बोला, आपका पिता की ഇവിടെ मृत्यु നിന്ന് ആരും नहीं, നിന്നെ വിളിച്ചിട്ടുമില്ല. यहाँ से कोई कॉल भी नहीं किया है, ഇവിടെ നിന്ന് ആരും നിന്നെ വിളിച്ചില്ല. कोई बुलाया भी नहीं है. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നമ്പർ തപ്പി നോക്കി. फटाफट फोन उठाकर उसने नंबर को ആ ढूंढा. രാത്രിയിൽ ആരും അവനെ വിളിച്ചിട്ടില്ല. कोई उसे फोन नहीं किया था. അവൻ അപ്പന്റെ ഹൃദയത്തെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പൻ ചെയ്ത ഓരോ കാര്യങ്ങളെ ഓർത്തോർത്തോർത്തോർത്ത് അവൻ കിടന്നപ്പോൾ അവൻ അറിയാതെ അവന്റെ മനസ്സിനകത്തേക്ക് വന്ന ഒരു അനുഭവമായിരുന്നത്. पिता के बारे में सोच कर जब वो सोया था तो उसको उस नींद में वो आई बात है, അത് വെറും സ്വപ്നമായിരുന്നു. वो सिर्फ स्वप्न था. അവൻ പെട്ടെന്ന് അവന്റെ അപ്പനെ ചേർത്ത് പിടിച്ചിട്ട് जब तुरंत वो अपने पिता को അവൻ അവന്റെ लगाकर വീട്ടിലേക്ക് ആ അപ്പനെ കൊണ്ടുപോവുകയാണ്. तुरंत अपने घर में लेकर आ गया. അവന്റെ മനസ്സിനകത്ത് അവൻ ചിന്തിച്ചിങ്ങനെ, वो अपने हृदय में ऐसा सोचा, എന്റെ അമ്മ എന്നെ അടിക്കാൻ പിടിച്ചിട്ടും, मेरी माँ जब मारने के लिए എന്റെ तैयार, അമ്മ എന്നെ വഴക്ക് പറയുമ്പോഴും, मेरी माँ ने जब डांटा तो എന്റെ भी, അമ്മയും എന്റെ നാട്ടുകാരും ഒക്കെ എന്നെ വേദനിപ്പിക്കുമ്പോഴും, जब मेरे गांव वाले मेरी माँ सब मुझे दर्द देते थे तो भी, അവൻ അമ്മ എന്തിന് നിന്നെ വേദനിപ്പിച്ചു എന്ന് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കുഞ്ഞെ നിന്നെ തള്ളിക്കളഞ്ഞതല്ലടാ, അമ്മ നിന്നെ വേദനിപ്പിച്ചത് നീ നന്നാകാൻ വേണ്ടിയാ എന്ന് പറഞ്ഞു കൊടുത്ത ആ അപ്പന്റെ ഹൃദയത്തിന്റെ സന്തോഷവും സ്നേഹവും അവൻ അന്ന് തിരിച്ചറിയുകയാ. उसने उस दिन छान लिया जब पिता ने उसको सीने में लगाकर बोला कि माँ ने तुझे डांटा है तो वो तेरी भलाई के लिए, उस प्रेम को समझ पाया. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, पर मैं आज आपको बताता हूँ, വയസ്സാകുന്നത് ഒരു കുറ്റകരമല്ല, उम्र होना कोई गलती नहीं है, അത് ഒരു പ്രകൃതി നിയമമാണ്. वो प्रकृति का एक नियम है. നമ്മളെല്ലാം ഈ വഴിയായിട്ട് പോകേണ്ടവരാ. सभी लोग, हम सब जो इस रास्ते से ആമേൻ. गुजरेंगे, ഇന്ന് നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. क्योंकि आज जो प्रेम हम देंगे वही प्रेम लौट कर हमारे पास നമ്മുടെ आएगा. മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം हम जो माता पिता को देने का प्रेम है, നമ്മുടെ തലമുറ നമുക്ക് തരും ദൈവമക്കൾ. हमारे बच्चे भी हमें देंगे एक दिन. ഇന്ന് പകൽ മറന്നു പോകരുത്. आज आप भूले नहीं, വീടിനകത്ത് അപ്പനും അമ്മയും മക്കളും ഒരു അനുസരണത്തിന്റെ തലത്തിലെത്തണം. माता पिता और बच्चे आज्ञाकारिता में पहुंच, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലം. परिवार के संबंध टूट रहे हैं. ബന്ധങ്ങൾ
നന്നാക്കിയെടുക്കണം. आप अपने संबंधों को बनाकर उठाएं. എന്താ ബന്ധങ്ങൾ നന്നാക്കിയെടുക്കാൻ കഴിയുന്നത്? क्यों आप अपने संबंधों को नहीं बना पा रहे? ഒന്ന്, ആശയവിനിമയം വീടിനകത്തുണ്ടാകണം. पहला, आपसी मेल मिलाप या तालमेल सही नहीं होना. പരസ്പരം സംസാരിക്കണം. परस्पर आप बात करना. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഇന്ന് വീടിനകത്ത് സംസാരം കുറവാ. क्योंकि घर में आजकल वार्तालाप कम होता है. കാര്യം ആളാം പ്രതി എല്ലാവർക്കും മൊബൈലുകളുണ്ട്. क्योंकि सभी व्यक्तियों के पास अपना अपना फोन है, इसलिए ഓരോരുത്തർ ഓരോ മൊബൈലുമായി ഓരോ സൈഡിലിരിക്കും. एक एक व्यक्ति अपना अपना मोबाइल लेकर एक कोने में बैठ ആഹാരം കഴിക്കുമ്പോഴും മൊബൈലാ. खाना खाते समय मोबाइल. ഓരോ കാര്യത്തിനും മൊബൈൽ മാത്രം യൂസ് ചെയ്യുന്നു. एक एक कार्यों में सिर्फ मोबाइल इस्तेमाल करना. ഞാൻ ദൈവമക്കളോട് പറയാം, पर मैं आज आपसे कहता हूँ, ആശയവിനിമയം ഇല്ല വീടുകളിൽ. अगर आप में तालमेल नहीं है ഇന്ന് നമ്മുടെ വീടിന്റെ ശാപം എന്ന് പറയുന്നത് तो घर का श्राप बोले तो ആശയവിനിമയം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. तालमेल सही नहीं होना है. അത് പിശാചിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. तो आपको शैतान को गुनाह അത് ठहराना नहीं. പിശാചി എന്ന് പറഞ്ഞ് ശാസിച്ചാ പോകുന്നതുമല്ല. शैतान को डांटने से भी कुछ नहीं होगा. നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കണം. हम दिल से समझना है, എനിക്ക് निर्णय എന്റെ लेना. വീട്ടുകാരോട് സംസാരിക്കണം. मुझे मेरे घर वालों से बात करना है. ആശയവിനിമയം ഇല്ല പല വീടിനും. तालमेल नहीं है कई लोगों ഞാൻ में. പറയാം, ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം. आप इन बातों को जरा समझना. इन दिनों സംസാരിക്കണം. बातें करना है, മനസ്സ് തുറന്ന് സംസാരിക്കണം. दिल खोल कर बात करना है. ആശയവിനിമയങ്ങൾ നടത്തണം. आप में तालमेल बैठाना है. പരസ്പരം സംസാരിക്കുമ്പോൾ പരിഹരിക്കപ്പെടാൻ കഴിയുന്നതേ ഉള്ളൂ നമ്മുടെ വിഷയങ്ങളൊക്കെ. हमारे विषय देखे तो आपस में बैठकर बात करने से समाप्त होने वाली बातें हैं सिर्फ. നമുക്ക് പലപ്പോഴും അതിന് സമയമില്ല. कई बातों में हमें उसमें विषय അതുകൊണ്ടാണ് നമ്മുടെ समय नहीं ജീവിതത്തിൽ ഏറ്റവും വലിയ കുഴപ്പം. है. इसलिए हमारे जीवन में गड़बड़ी है. എവിടെ ആശയവിനിമയം കൂടുതൽ നടക്കുന്നുവോ कहाँ पे हमारा तालमेल सही नहीं है, അവിടെ മാത്രമേ ബന്ധങ്ങൾക്ക് ഉറപ്പ് വരത്തുള്ളൂ. वहाँ पे संबंध जो है दृढ़ होते हैं. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സംസാരങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ जब आपकी वार्तालाप बढ़ती है, तालमेल बढ़ता है, तब जो है അവിടെ ഒരു അനുഗ്രഹമാണ്. वहाँ पे अनुग्रह होता है. എന്നാൽ ഇന്ന് ചിലയിടത്ത് സംസാരം കൂടിയാ പിന്നെ അടിയാ അവിടെ. अगर कई जगहों में देखे तो बातचीत बढ़ने से लड़ाई हो जाती ചിലവർ है. അതുകൊണ്ട് നീ മേലെ മിണ്ടണ്ട. इसलिए बोलेंगे कभी बात नहीं കാരണം करना. സംസാരം കൂടിയാലും പ്രശ്നമാണ്. तो इसलिए बातचीत बढ़ने से भी प्रॉब्लम है. ഇവര് കേൾക്കുന്നുണ്ട്. ആവശ്യമുള്ളത് പറഞ്ഞാൽ മതിയല്ലോ इसलिए जरूरत की बात करें. അല്ലേ? ആവശ്യമുള്ളത് പറ, जरूरत का बोले, പരിഹരിക്കപ്പെടാൻ പറ്റും. सारे बातों का निवारण ഒന്ന് होगा. ആശയവിനിമയം നടത്തി നോക്കിക്കേ. तालमेल बिठाए हम. നമ്മുടെ വീട് ഒരു അനുഗ്രഹമാക്കാൻ പറ്റും. हम हमारे भवन को अनुग्रह बना सकते हैं. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റെടുക്കണം. ये हमारे जीवनों में हमें ले ഞാൻ लेना പറഞ്ഞു, है. ഉപവാസ പ്രാർത്ഥന ഇതൊക്കെ നമ്മളൊന്ന് പാലിച്ചാൽ अगर इन उपवास प्रार्थना में इन बातों का ഞാൻ पालन പറയാം, करें, പോകെ പോകെ നമ്മുടെ മേൽ ഭയങ്കര ദൈവമഹത്വം വെളിപ്പെടും. इस तरह होगा तो प्रभु का बड़ा अनुग्रह हमारे ऊपर കാര്യം मिलेगा. ഇവിടെ നിന്ന് കൃപ മേടിച്ചോണ്ട് പോയിട്ട് यहाँ से आशीषों को अनुग्रह को എന്ന് प्राप्त പറഞ്ഞാൽ कर रहे കൃപ हैं. മേടിച്ചോണ്ട് പോകാന്ന് ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്ന സാധനമൊന്നും അല്ല കൃപ എന്ന് പറയുന്നത്. कृपा या वरदान बोले तो लेके जाने के നമ്മൾ लिए नहीं ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നി നമുക്ക് കൃപ തന്നിരിക്കട്ടെ. है. हम प्रार्थना करते हैं, पवित्र आत्मा की इच्छा से हमें वरदान मिल भी ആ जाते तो കൃപയായിട്ട് പോയിട്ട് വഴക്കുണ്ടാക്കുന്ന വീട്ടിലേക്കാ പോകുന്നെങ്കിൽ വല്ലോ കാര്യമുണ്ടോ? वो वरदान प्राप्त करके झगड़ने वाले घर में जाने से क्या फायदा. ചിലർ പറയും, പാസ്റ്റർ ഇവനെ ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് പറയുന്നവരുണ്ട്. कई लोग ऐसे बोलते, पास्टर इसको जरा सही करके उठा दीजिए, ഇവൻ ഭയങ്കര മേടാ, ये बहुत गड़बड़ी ഇവനെ ഒന്ന് करता है, നന്നാക്കി എടുക്കണം. इसको ठीक कर दीजिए വീട്ടിൽ थोड़ा. ഭയങ്കര പ്രശ്നങ്ങളാ. घर में बहुत प्रॉब्लम क्रिएट करता है वो. പാസ്റ്ററെ അത് ഏൽപ്പിച്ചേക്കുക. पास्टर को सौंप देते हैं आप लोग. എത്ര പേര് കേൾക്കുന്നു? പാസ്റ്ററെ ഏൽപ്പിച്ചേക്കുക. पास्टर को सौंप देते हैं आप പണ്ടൊരാളോട് लोग. ഞാൻ പറയേണ്ടി വന്നു, एक बार मैंने ऐसा किसी से എത്ര कहा, ഇവിടെ നിന്ന് കൃപ വെളിപ്പെടുത്തി ചെന്നാലും कितना भी वरदान आप प्राप्त करके ഈ जाओ, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത് നിന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ ഇവൻ വരണ്ടേ? उस लड़ाई झगड़ा करने वाले घर में तो आप पहुंच रहे हैं. യമേ ചുരുക്കി പറഞ്ഞാൽ ഇത് സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടതല്ല. ആദ്യം सही बोले तो ये सभा में प्रकट होने वाली बातें नहीं है. നല്ല पहले ആശയവിനിമയം നടത്തുന്ന കുടുംബങ്ങളാണ് സമൂഹത്തിൽ അനുഗ്രഹം. सही तालमेल बिठाने वाले लोग जो है वो आशीषित होते हैं करके. അവര് സമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയും वो അവർക്ക്. समूह के लिए बहुत सारी बातें कर सकते हैं करके. അപ്പൊ നോക്കുക, നല്ല കുടുംബങ്ങളിൽ ആശയവിനിമയം വെളിപ്പെടണം. एक अच्छे परिवार में एक तालमेल का होना जरूरी है. നമ്മൾ ചിന്തിക്കേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് कई बातों में हमारा अभिप्राय में छिन्न होता है, बदलाव होता है. അല്ലെ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്തവരില്ല. ऐसा नहीं है ऐसा कोई व्यक्ति यहाँ पे. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജയിക്കുന്നവരാകണം. पर इन बातों को समझकर हम जय प्राप्त करने वाले बनना है. അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ദൈവമഹത്വം പ്രാപിച്ചെടുക്കണം. उसको करने के लिए परमेश्वर की महिमा को प्राप्त करना है. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയും, ഇതൊരു ദൈവമഹത്വമായിട്ടൊന്ന് ഏറ്റെടുക്കണം. आज आप परमेश्वर की महिमा के तौर पर इसको ले लें. അപ്പൊ അടിസ്ഥാനപരമായി എന്റെ വീട്
नींव के तौर पे मेरा भवन നല്ല പവറായിട്ട് അങ്ങോട്ട് പണിതെടുത്താൽ वो एक सामर्थ्यशाली रूप से बनाकर उठाना അടുത്ത है। ദിവസങ്ങളൊക്കെ കേൾക്കുന്ന വചനമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി आने वाले दिनों में सुनने वाला वचन हमारे जीवन में बड़ा अनुग्रह करेगा, വലിയ അത്ഭുതമായിട്ട് മാറും. बड़ा चमत्कार बन जाएगा। അടിസ്ഥാനം കറക്റ്റ് അല്ലെങ്കിൽ पर अगर आपका नींव सही नहीं है, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. नहीं तो आपकी बातों में ഭാര്യ अलग हो जाएगा। ഭർത്താക്കന്മാർ തമ്മിൽ, पति पत्नी आपस में, മക്കൾ തമ്മിൽ बच्चे आपस में അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. आपकी बातचीत में तालमेल नहीं बैठ पाए तो പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണം. तालमेल को समझते हुए आप कार्य करें। താഴേണ്ടടുത്ത് താഴണം, जहाँ झुकना है वहाँ झुके, അംഗീകരിക്കേണ്ടത് അംഗീകരിക്കണം, जहाँ अंगीकार करना वहाँ अंगीकार करें, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കണം. जहाँ लेना है बातों को ले ले। അതെന്തിനു വേണ്ടി? നമുക്ക് പ്രയോജനമാണ്. ये सब हमारे लिए उपयोगी है। ഒരു തരത്തിലും അഭിപ്രായങ്ങൾ മാത്രമേ വീടിനകത്തുള്ളെങ്കിൽ अगर सारी बातें घर में है तो ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. कोई शांति नहीं मिलेगा। ഒരു ദിവസം പോലും നമുക്കൊരു സ്വസ്ഥത एक ലഭിക്കപ്പെടത്തില്ല. दिन भी हम शांति में नहीं रह पाएंगे। എന്നാൽ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് पर പറയാം, मैं आज आपसे कहता हूँ, ഒരു വലിയ അനുഭവം നമുക്ക് അതിനകത്തുണ്ടാകണം. एक बड़ा अनुभव उसके मध्य में हमें होना മറ്റൊരു है। കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കണം. जो वहाँ हो रहा बात है सिर्फ उसी के बारे में हमें बातचीत करना है। ഇന്ന് നടക്കേണ്ട കാര്യങ്ങളെ ഇന്ന് പറയണം. आज होने वाली बातों को आज बोलना है। നമ്മുടെ ഒരു കുഴപ്പം എന്നാ അറിയോ? हमारी क्या प्रॉब्लम है? പല വീട്ടിലെ പ്രശ്നങ്ങൾ कुछ घर की प्रॉब्लम्स, ഇന്ന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടായി. सोचो आज एक कुछ समस्या खड़ी हुई है, പക്ഷെ ഇന്നത്തെ പ്രശ്നത്തെക്കാൾ കുഴപ്പമായിട്ട് എടുക്കുന്ന എന്നാ അറിയോ? ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ്, ഒരു വർഷം മുമ്പ് പറഞ്ഞ കാര്യത്തെ ഇങ്ങനെ എന്ത് ചെയ്യും? JCB കൊണ്ട് മാന്തി എടുക്കുന്നവരെങ്കിൽ മാന്തി എടുക്കും. आज की समस्या का समाधान करने के बजाय हम 2 महीना 3 महीने पुरानी बातों को जेसीबी से जैसे खोद कर निकालते हैं वैसे खोदते हम, പുറത്തു കൊണ്ടുവരും. उसको बाहर लेके आते हैं खोद कर, പഴയ കാര്യങ്ങളെ ചകയും, पुरानी बातों को लेके आते हैं, പഴയ കാര്യങ്ങളെ ചകഞ്ഞെടുക്കും. पुरानी बातों को खोद कर निकालते हैं। ഞാൻ പറയാം, അപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെ മാത്രം ഒന്ന് കൈകാര്യം ചെയ്തേ. आप उस समय होने वाली बातों को समाधान करके देखो, അത് ചെയ്യുന്നവര് വളരെ കുറവാ. ऐसा करने वाले लोग बहुत कम हैं। പിന്നെയും പ്രശ്നം കൂടുക. फिर प्रॉब्लम्स बढ़ ही रही है। ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. एक साइकोलॉजिस्ट इस तरह से बोलता है, ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഈ ആശയവിനിമയം നടത്താൻ इस तरह से बातचीत या वार्तालाप होने तो ഇങ്ങനെ ഒരു സംഭവം ഒരു പഴയ നമ്മൾ ചകയാൻ പോകുന്ന ഒരു അവസ്ഥ വന്ന पुरानी बातों को खोजने वाली बात में അദ്ദേഹം പറഞ്ഞ എന്നാ അറിയോ? उसने किस तरह इसको बताया, നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് तुम एक बुक या पेपर लेकर എഴുതണം. लिखना, എന്റെ ഭാര്യ मेरी पत्नी ഒരു 2 മാസം മുമ്പ് എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ये 2 महीने पुरानी बात जो बोला, അല്ല എന്റെ ഭർത്താവ് या मेरे पति, കഴിഞ്ഞ പഴയ കാര്യങ്ങൾ മുഴുവൻ അങ്ങ് എഴുതണം. पुरानी बातों को मेरे पति की सारी लिख के रखना। ഈ എഴുതുമ്പോ ഉണ്ടല്ലോ जब ऐसे लिखेंगे तो പവർ കുറയും. सामर्थ्य कम होगा उसका। എന്തുകൊണ്ടാ പവർ കുറയുന്നത് അറിയോ? क्यों ऐसा? എഴുതുമ്പോ നമ്മുടെ മനസ്സിങ്ങനെ ചിന്തിക്കും, എന്തിനീ ഇതിന്റെ ഒക്കെ ആവശ്യം. जब हम लिखेंगे तो हमारा दिमाग ये सोचेगा क्या जरूरत है इन सब की। ആ സമയത്ത് പഴയത് പറഞ്ഞു വെച്ച് വീണ്ടും വീണ്ടും പറയുമ്പം ഈ നാവിന്റെ ഒരു കുഴപ്പമുണ്ട്, ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു സാധനമാണ്. हमारा जीभ इन बात को बार बार दोहराते हैं तो उसका अंगीकार नहीं करता वो। ഇവൻ എങ്ങനെങ്കിലും അടിച്ച് പറഞ്ഞ് എന്ത് ചെയ്യണം? മുന്നിൽ നിൽക്കണം. कैसे भी कर कर इसको बोल कर उसके सामने जाके खड़ा होना है। പക്ഷെ എഴുതി തുടങ്ങിയാൽ पर लिखना शुरू किया हमने, ബുദ്ധി വർക്ക് ചെയ്യും, हमारा दिमाग कार्य करने लगेगा, ചിന്താശേഷി കൂടും. हमारा सोच बढ़ जाने लगेगा। അല്ലേ പോട്ടെ. ठीक है छोड़ो जाने दो। അപ്പൊ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വൈരാഗ്യത്തെ, ദേഷ്യത്തെ കുറച്ചു വരാൻ പറ്റും. तो हमारा हृदय के और नफरत हम कम करते सकते। അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്റെ പാസ്റ്റർ അങ്ങനെയാണ് എത്ര ബുക്ക് എഴുതി തീരേണ്ട കാലം. तो ऐसे बोलेंगे पास्टर ऐसा है तो कितनी डायरियां खत्म करनी है लिखकर। അയ്യോ, ഇവിടെ മെസ്സേജ് എഴുതാൻ നോക്കുന്നില്ല, അന്നേരം അതിന് ഈ കുറ്റമെല്ലാം കൊണ്ട് आप मैसेज नहीं लिख पा रहे, आप पूरी गलतियों को लिखना। നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥന പൊളിച്ചെടുക്കണം. इसलिए उपवास प्रार्थना को आपको लेना है। കാര്യം നിന്റെ വീട് പിശാചിന് തട്ടിക്കളിക്കാനുള്ള ഒരു ബോൾ അല്ല. നിന്റെ വീട് आपका भवन शैतान को ठोकर मारकर खेलने वाला एक बॉल के समान नहीं है। വളർന്നു വരുന്ന നിന്റെ തലമുറ പിശാചിന് കളിക്കാനുള്ള ആയുധമല്ല. आपका बच्चे जो बढ़कर आ रहे वो शैतान का हथियार नहीं है। നിന്റെ തലമുറയുടെ കുടുംബജീവിതം പിശാചിന് പന്താടാനുള്ളതല്ല. और आपका परिवार में जो है उसको खेलने के लिए नहीं है। ഈ ഉപവാസ പ്രാർത്ഥന ഉറച്ച് വിശ്വസിക്കുകയും ഉറച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യണം. എന്റെ ഭവനത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാ.
आपके वाले अपने भवन के लिए घोषणा करना है और बोलना है कि ये सब उत्तरदायित्व तो मेरा है मेरे भवन के लिए। ഇത് പഴയതെല്ലാം കൂടെ ചകഞ്ഞോണ്ട് ചുമ്മാതെ നാശകോടാലിയാക്കും. पुरानी बातों को खोद कर आप जो है बुराई की ओर ही छाएंगे। അപ്പൊ ഏത് കാര്യമാണ് നമ്മൾ പറയേണ്ട പ്രസന്റ് ചെയ്യേണ്ട കാര്യം ചെയ്തോണം. आपको क्या बोलना है या करना है उसी समय आप कर दे उसको। ആ ഒരു കാര്യത്തിന് നീക്കം വരുത്തിയാൽ രക്ഷപ്പെട്ടു. उस बात का समाधान कर देंगे तो आप बच जाएंगे। രക്ഷപ്പെട്ടെന്ന് बच जाएंगे। എത്ര പേര് കേൾക്കുന്നുണ്ട്? നിങ്ങൾ വിചാരിക്കും ഇതൊരു ഉപവാസ പ്രാർത്ഥനയുടെ പ്രസംഗമൊന്നും അല്ല പാസ്റ്റർ. आप सोच रहे होंगे उपवास प्रार्थना का तो प्रचार नहीं। പറയാം, കൃപ നമുക്ക് പുറകെ ഉണ്ട്, वरदान हमारे पीछे आएगा, വിടുതലൊക്കെ പുറകെ ഉണ്ട്. छुटकारा पीछे आएगा। മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ पहले उसके राज्य और धार्मिकता का खोज ആ करो, സ്വർഗീയ ऐसा बोला। അനുഭവങ്ങളെ മാത്രം മനസ്സിലാക്കുക എന്നല്ല, सिर्फ स्वर्गीय अनुग्रह को जानना नहीं, അതിലേക്ക് എത്താൻ വേണ്ടി उस तक पहुंचने तक എന്തെല്ലാം ഞാൻ പരിത്യജിക്കണം, क्या क्या मुझे सीखना है, എന്തെല്ലാം ഞാൻ മാറ്റിവെക്കണം, क्या क्या मुझे हटाना है, എന്തെല്ലാം ഞാൻ മുറുകെ പിടിക്കണം, क्या क्या थाम लेना है, എന്തെല്ലാം ഞാൻ സ്വീകരിക്കണം, क्या क्या स्वीकार करना है। ഇതെല്ലാം എന്റെ ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കണം. ये हमारे जीवन में जो है हमें कर देना है। അത് ഞാൻ എടുത്താൽ മാത്രമേ എനിക്ക് അനുഗ്രഹം പുറകെ കിട്ടത്തുള്ളൂ. ये सब करने से ही अनुग्रह मेरे वरदान मुझे അപ്പൊ मिलेंगे। നോയിക്കോണം, നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യരുത്, ഒരിക്കലും പഴയ കാര്യങ്ങളെ പറഞ്ഞ് പ്രശ്നം സൃഷ്ടിക്കപ്പെടരുത്. तो हमारे जीवन में पुरानी बातों को लेकर कोई प्रॉब्लम्स हमें शुरू में क्रिएट नहीं करना। ചിലരങ്ങനെ कई लोग पर ऐसा करते നീ हैं। വന്ന് കേറിയ ആ ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. मैं आया वो पुरानी बात मैं आज भूल नहीं सकता, ऐसा बोलते हैं। ചില അമ്മായിമ്മമാര് പറയുന്നതാ, कई सास लोग ऐसे बोलती അല്ലേ? है, ചില അമ്മായിപ്പന്മാര് പറയുന്നതാ, तो ससुर भी ऐसे बोलते हैं। നീ എന്ന് നിന്നെ കൊണ്ടുവന്ന അന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. जिस दिन तुझे लेकर आया था उस दिन को मैं भूल नहीं सकता। നോക്കണം, മക്കളും ഉണ്ടായി, അവർക്കും മക്കളുണ്ടായി. उनके बच्चे भी हो गए, बच्चों के भी बच्चे हो गए, ഇപ്പോഴും പറയുന്ന 40 വർഷത്തെ കാര്യമാണ്. और अभी भी बोल रहे 40 साल पुरानी बात को। എടാ, ഈ പ്രസന്റിൽ നിനക്ക് എന്തൊക്കെ അനുഗ്രഹം വേണം അത് പ്രാപിച്ചെടുക്കുക. आज आपको क्या अनुग्रह चाहिए, आशीष चाहिए, उसे प्राप्त करो। आप ചുമ്മാതെ പഴയത് ചകന്ന് പിശാചിന് അവസരം കൊടുക്കാതെ, पुरानी बातों को खोद कर शैतान को स्थान ना दो। പഴയതിനെ മാന്തി വ്രണപ്പെടുത്തി സന്തോഷം കെടുത്തിക്കളയാതെ ഇന്ന് പകൽ ഞാൻ പറയാം, പുതിയതൊന്നിനു വേണ്ടി വ്യഗ്രതപ്പെടണം. पुरानी बातों को खोद खोद कर घाव बनाने से अच्छा कुछ नया को प्राप्त करें आप। അങ്ങനെ നാം മുൻപോട്ട് പോകുമ്പോൾ അനുഗ്രഹം. ऐसे हम आगे बढ़ेंगे तो हमारे लिए आशीष है। അപ്പൊ ഒരിക്കലും പഴയ കാര്യങ്ങളെ ചകയാൻ നിൽക്കല്ലേ. इसलिए पुरानी बातों को खोदने के लिए ना खड़े रहे। ആരെങ്കിലും ചകയാൻ നോക്കുന്നില്ല, അത് കൈവിട്ടേക്കണം, कोई नहीं करे तो छोड़ दो उन बातों को, അങ്ങ് ക്ഷമിച്ചേക്കണം. माफ कर दो आप। ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല, പിന്നെ ദൈവം നമുക്ക് എന്തെങ്കിലും തരുമോ? क्या हम किसी को माफ नहीं कर पा रहे तो खुदा क्या करेगा हमारे നമ്മളെ लिए? വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും തല്ലിയവരോട് ക്ഷമിച്ചു, जो परमेश्वर को मारे हुए लोगों को भी, മുഖത്ത് തുപ്പിയവരോട് ക്ഷമിച്ചു, जिसने उसके मुंह में थूका उसको माफ कर മുഷ്ടി दिया, ചുരുട്ടി ഇടിച്ചവരോട് ക്ഷമിച്ചു, उसको मुक्का उसके मुंह पे मारा उसको माफ कर दिया, കളിയാക്കിയവരോട് ക്ഷമിച്ചു. उसका मजाक उड़ाया उसको माफ किया। ക്ഷമിച്ചില്ലേ കർത്താവ്? क्या माफ नहीं किया? പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്ന ഇവർ അറിയായികയാൽ ഇവരോട് हे पिता ये नहीं जानते क्या कर रहे हैं, इसलिए उन्हें क्षमा करें। ഞാൻ ഇവരോട് ക്ഷമിച്ചു, പിതാവേ നീ ക്ഷമിക്കണം. मैंने इन्हें माफ कर दिया है, पिता आप भी इन्हें माफ करें। ക്ഷമിച്ചവന് മാത്രമേ ക്ഷമിക്കണേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. जो क्षमा देता है वही दूसरों के लिए क्षमा मांग सकता है। യേശു കർത്താവ് ക്ഷമിച്ചത് കൊണ്ടല്ലേ പിതാവിനോടും പറഞ്ഞേ, यीशु मसीह क्षमा किया इसलिए तो पिता से भी बोला, പിതാവേ ക്ഷമിച്ചേക്കണേ ഇവരോട്. पिता माफ कर दो इन्हें। നമുക്കെന്ന് പറയാൻ പറ്റുമോ ദൈവമക്കളെ? क्या आज हम ऐसा बोल सकते हैं? നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭങ്ങൾ കർത്താവ് നമ്മളോട് പറയുമ്പോൾ ഇതിനെ ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? इसलिए उपवास प्रार्थना में परमेश्वर हमसे कहता है तो इन्हें बातों को ले लें आप। വലിയ മാറ്റങ്ങളാണ്. बड़ा बदलाव आएगा। നമ്മൾ ചിന്തിക്കാത്ത വിടുതൽ നടക്കും. हम सोचते नहीं उससे बढ़कर छुटकारे होंगे, മാത്രമല്ല അടുത്തത് നമ്മുടെ കുടുംബം നന്നായി പോകാൻ और हमारा परिवार अच्छा होके जाना है। നല്ല തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കണം. एक अच्छा निर्णय मिलकर लेना है। എത്ര പേര് കേൾക്കുന്നുണ്ട്? നല്ല തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കണം. अच्छा या सही निर्णय मिलकर लेना है हमें। ഒരാളുടെ ഇഷ്ടത്തിന് ഓടി പോകുന്നു, एक अपनी मर्जी से जा रहा है, മറ്റൊരാളുടെ ഇഷ്ടത്തിന് പോകുന്നു. दूसरा अपनी मर्जी से जा रहा है, യാതൊരു തരത്തിലും യാതൊരു തീരുമാനവും ഇല്ല. कोई निर्णय आपस में नहीं ले पा रहे। എവിടെയെങ്കിലുമൊക്കെ ചെന്നേച്ചാ വിളിക്കുന്നത് ഞാൻ ഇന്ന് വരത്തില്ല, कहीं जाकर पहुंचने के बाद बोलते आज हम नहीं, ഒരു തീരുമാനവും ഇല്ല. कोई निर्णय नहीं ले सकते। വീടിനകത്ത് യാതൊരു തീരുമാനവും ഇല്ല. घर में कोई निर्णय नहीं, വീടിനകത്ത് ഒരു കാര്യവും ചിലർക്ക് അറിയത്തില്ല. घर में कुछ बातें आपस में ही नहीं जानते लोग। സത്യത്തിൽ നമ്മൾ പൊട്ടം കളിക്കുകയാണോ അതോ പൊട്ടന്മാരാണോ? क्या हम मूर्ख है या मूर्ख बनने की कोशिश कर रहे हैं? ഹലോ,
എന്റെ തലമുറയുടെ കാര്യം എനിക്കറിയത്തില്ലേ? क्या मेरे बच्चे के बारे में मैं नहीं जानता? അറിയത്തില്ലെങ്കിൽ ആ തലമുറയായിട്ട് നിനക്ക് ബന്ധമില്ലെന്നുള്ളതാ സത്യം. अगर आप बच्चे के बारे में नहीं जानते तो उसका मतलब बच्चे से आपका सही संबंध नहीं ആ है. കുടുംബത്തിന്റെ അവസ്ഥ നമുക്കറിയത്തില്ലേ? उस परिवार का अवस्था क्या नहीं എന്റെ जानते? കുടുംബത്തിന്റെ A to Z കാര്യം എനിക്കറിയാം. क्या मेरे परिवार का A to Z में बात को ആ जानता हूँ? കാര്യം എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ അബദ്ധനാ. अगर मैं नहीं जानता तो मैं बेकार हूँ. എനിക്ക് ആ കുടുംബത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. उसके लिए कोई भी बात के लिए मेरे को नहीं എന്റെ है. മക്കളോടോ മരുമക്കളോടോ എന്റെ കുഞ്ഞുങ്ങളോടോ എനിക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല. അങ്ങനൊരു ജീവിത പരാജയ ജീവിതമാ. ऐसा है, नहीं जानते तो आप अपने जीवन में पराजित है. തീരുമാനമില്ലാത്ത കുടുംബങ്ങൾ, निर्णय नहीं ले पा रहे ऐसा परिवार, പ്രാർത്ഥനയ്ക്ക് അവർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്നില്ല, प्रार्थना में मिलकर नहीं बैठ पा रहे, ഒന്നിച്ചൊന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. आपस में आनंदित नहीं हो पा रहे. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ നെഗറ്റീവായി മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്ന സ്വഭാവങ്ങൾ. ऐसा गिरा हुआ स्वभाव की एक दूसरे की बातों को आप समझ नहीं रहे और विरोध कर रहे हैं. ഞാൻ ദൈവമക്കളോട് പറയാ, തരം താന്നു പോകരുത് ഒരു ദൈവ പൈതലും. कभी भी बच्चे का सर झुकना नहीं है. എന്റെയും നിങ്ങളുടെയും ഭവനത്തിനകത്ത് നല്ലൊരു തീരുമാനം ഒന്നായിട്ട് എടുത്തു മുൻപോട്ട് പോകണം. हमें आगे बढ़ना है, हमारे भवनों में सही निर्णय आपस में लेकर. മറ്റൊരു കാര്യം, दूसरी, നമ്മൾ വളരുന്നതിനനുസരിച്ച് മറ്റുള്ളവരെയും കൂടെ വളർത്തിയെടുക്കണം. जैसे हम बढ़ रहे हैं वैसे हम दूसरों को भी बढ़ाने की कोशिश करें. ഒരു ആത്മീക വിഷയത്തിൽ ഞാൻ പറയാം, मैं आत्मिक विषय में നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, प्रार्थना करने जानते हैं. വേറൊരാൾക്ക് പ്രാർത്ഥിക്കാൻ വളരെ കുറവറിയാം. दूसरा व्यक्ति प्रार्थना नहीं जानता, പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവരെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. तो दूसरे व्यक्ति को हम प्रार्थना करना सिखाना है. നമ്മുടെ പിള്ളേരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. हमारे बच्चे घर में बैठ के दुआ करते हैं तो बड़ा आनंद होता है. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? क्यों ऐसे बैठ के वो दुआ അവരോട് करते हैं? പ്രാർത്ഥിക്കാൻ പറഞ്ഞ അന്നേരം അവര് പ്രാർത്ഥിക്കും. जैसे ही प्रार्थना करो बोले वो प्रार्थना करते हैं. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? क्यों प्रार्थना करते हैं? മാതാപിതാക്കൾ അവരെ വളർത്തിയെടുക്കുക. क्योंकि माता पिता उनका पालन पोषण कर रहे അവര് हैं. വളരുന്നതനുസരിച്ച് അവരുടെ മക്കളെ വളർത്തിയെടുക്കുക. जैसे वो बड़े वैसे बच्चों को भी बढ़ा रहे हैं. നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ കുടുംബത്തെ വളർത്തിയെടുക്കണം. हम बढ़ रहे हैं वैसे हमारे परिवार को भी हमें बढ़ाना है. നല്ല ഒരു ചിന്ത നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചിന്ത നിന്റെ വീടിനകത്ത് അത് വളർത്തിയെടുക്കണം. एक अच्छी बात आपको समझ में आ रही है तो वैसे ही आपके परिवार में भी उस बात को बढ़ाना है. മറ്റുള്ളവരോട് ആ കാര്യത്തെ പറയാൻ കഴിയണം. दूसरों को वो बात बताना है आपको. നമുക്കൊരു നല്ല ദൂത് കിട്ടി, एक अच्छी वाणी मिली. सोचो ദൈവം നമ്മോട് സംസാരിച്ചു, प्रभु हमसे बात किया, അല്ലെങ്കിൽ നല്ലൊരു ആശയം കിട്ടി, एक अच्छा आशय मिला हमें, നല്ലൊരു കാര്യം നമ്മൾ പുസ്തകത്തിൽ ഇരുന്ന് വായിച്ചപ്പോൾ നമുക്ക് കിട്ടി. एक अच्छी बात हमें वचन में से मिला. ഞാൻ പലപ്പോഴും എന്റെ വീടിനകത്ത് ഞാൻ പറയാറുണ്ട്. कई बार मैं अपने भवन में भी ऐसा बोलता ഇന്ന് हूँ. രാവിലെ ഞാൻ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടിയ ഒരു കാര്യം ഞാൻ ഷനിലോട് പറഞ്ഞു. मैं अब सुबह वचन पढ़ता था, एक अच्छी बात मिला तो मैंने अपनी पत्नी से वो बात बोला. കാര്യം എനിക്ക് ആ ഒരു അറിവ് കിട്ടിയപ്പോൾ ആ അറിവ് ഞാൻ അവൾക്ക് പറഞ്ഞു. मैंने जो एक जानकारी मिला तो मैंने भी अपनी पत्नी को भी वो बात बता दिया. അപ്പൊ എനിക്ക് കിട്ടിയത് മറ്റൊരാള് അദ്ദേഹത്തിന് കിട്ടിയ ഒരു കാര്യം, അത് പുസ്തകത്തിലൂടെ വന്നതുകൊണ്ട് എനിക്കത് കിട്ടിയതാ. क्योंकि मुझे वो बात जो है किसी पुस्तक में से ऐसे मिली. ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ अगर ऐसी बातें हम करें അവക്കൊരു വ്യഗ്രത ഉണ്ടാവും. तो उसको भी एक ज्यादा इच्छा അത് ഏത് होगी. പുസ്തകത്തിൽ നിന്നാ, वो कौन सी पुस्तक में से അത് मिला, വായിക്കാൻ ഒരു കൊതി ഉണ്ടാവും, उसको पढ़ने की അല്ലെ लालसा होगी, അതിനകത്തൊന്ന് കൂടുതൽ ചിന്തിക്കാൻ പറ്റും. उसको ज्यादा सोचने के लिए. അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബത്തെ വളർത്തിയെടുക്കണം. हम अपने परिवार को ही बढ़ाना है. ഞാൻ പറയാ, ഒന്നും തന്നെ വളരത്തില്ല, कोई व्यक्ति अपने से नहीं बढ़ता है, നമ്മൾ വളർത്തിയെടുക്കണം. हमें बढ़ाना है उन्हें. ദൈവമക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കണം. हमारे बच्चों को हमें बढ़ाना है. ഒരു നല്ല വാക്യം പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, एक अच्छी बात अगर पवित्र आत्मा हमसे बात की है, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനോട് നമ്മുടെ വീട്ടുകാരോട് പറയണം, ദേ ഈ വചന കർത്താവിനോട് സംസാരിച്ചു. तो हमें सुबह उठकर कहना है अपने परिवार से, बच्चे से कि प्रभु ने मुझे इस वचन से बात किया. നമ്മൾ വളരും. वो बढ़ेंगे. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരസ്പരം ഒന്ന് വളരാൻ ശ്രമിക്കണം. आप उपवास प्रार्थना परस्पर बढ़ने के लिए कोशिश करें. ഹല്ലേലൂയ, വളരാൻ ശ്രമിക്കണം, आप कोशिश करें बढ़ने के लिए, വളർത്തിയെടുക്കണം. नहीं तो बढ़ाइए. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരുന്നതിന് അനുസരിച്ച് നമ്മുടെ കൂടെ ഉള്ളവരെ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. इसका मतलब है कि हम जैसे जैसे बढ़ रहे हैं हमारे साथ वाले को भी हम बढ़ाएं. ശുശ്രൂഷിക്കാൻ അവസരം കൊടുക്കണം, सेवकाई के लिए अवसर दे, പാടാൻ അവസരം കൊടുക്കണം, गाने के लिए अवसर दे, പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കണം. प्रार्थना के लिए अवसर दे. പല നിലകളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ അവസരങ്ങളെ കൊടുക്കണം. कई तरीके से प्रभु में उन्हें बढ़ने के लिए आप अवसर दे उन्हें. ഈ നമ്മുടെ വീടിനകത്ത് വെളിപ്പെടണം. ഫസ്റ്റ് पहले ये हमारे घर में प्रकट होना, വീട്ടിൽ വളർത്തിയെടുക്കണം ഇതൊക്കെ. घर में आप उसे बढ़ाना. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ കർത്താവ് ചെയ്യണം. इसलिए मैं कहता हूँ परमेश्वर हमारे जीवन में बड़ा कार्य करें. മക്കളെ വളർത്തിയെടുക്കുമ്പോൾ രണ്ട് കാര്യം ഞാൻ പറയാം. बच्चों को बढ़ाते समय मैं दो बात बताता हूँ. ഒന്ന്, നമ്മുടെ ഭവനം മക്കൾക്ക് ഒരു സ്നേഹ അന്തരീക്ഷം കൊടുക്കുന്നതായിരിക്കും. पहला, हम हमारे बच्चों को एक प्रेम का अनुभव देने वाला जगह बनाएं. ഓരോ കുഞ്ഞിന്റെയും
അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് കാരണം സ്നേഹമാണ്. और हर एक बच्चे के जो नींव है बढ़ने का वो प्रेम है. ഒരു ചിന്തകൻ പറഞ്ഞു, ആഹാരം കൊണ്ട് അവരുടെ വയറ് നിറയ്ക്കാം. हाँ, एक व्यक्ति इस तरह से कहता है कि भोजन से उनका पेट भर सकते हैं हम, എന്നാൽ മനസ്സ് നിറയ്ക്കണമെങ്കിൽ സ്നേഹം കൊടുക്കണം. पर हृदय उनका भरना है तो उन्हें प्रेम देना जरूरी है. ആഹാരത്തിന് വയറ് നിറയ്ക്കാൻ പറ്റും, भोजन जो है उनका पेट भर देगा, സ്നേഹം എന്ത് നിറയ്ക്കാൻ പറ്റും? पर स्नेह क्या, प्रेम क्या മനസ്സ് भरेगा? നിറയ്ക്കാൻ പറ്റും. हृदय भर देगा उनका. അപ്പൊ മനസ്സ് നിറയ്ക്കാൻ പറ്റിയാൽ अगर हम हृदय भर देंगे എല്ലാ മാതാപിതാക്കളുടെയും കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ तो പറ്റും. माता पिता के बातों को वो समझेंगे. അല്ലേ? നമ്മുടെ വീടിനകത്ത് സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ സന്തോഷവാരായിരിക്കും. अगर हमारे घर में आनंद है तो हमारे बच्चे भी आनंद में बढ़ेंगे. നമ്മുടെ വീടിനകത്ത് ദൈവികമായ സമാധാനം ഉണ്ടെങ്കിൽ തലമുറ സമാധാനം അനുഭവിക്കും. अगर हमारे घर में आत्मिक शांति है तो हमारे बच्चे भी आत्मिक शांति में बढ़ेंगे. ഇത് മക്കൾ രാവിലെ കണ്ണു കീറി എഴുന്നേറ്റ് വരുമ്പോഴേ വീടിനകത്ത് ഗോലിയാത്തും ദാവീദും തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ യുദ്ധമാണ്. जैसे ही बच्चे वो आंख खोलकर सुबह उठ के आते हैं तो देखते नजारा क्या है, गोलियत और दाविद का युद्ध के समान. ഭയങ്കര യുദ്ധമാണ്. बहुत बड़ा युद्ध चल ഏല रहा है. താഴ്വര പോലെ एक तराई के समान हो गया. വെല്ലുവിളികളാ. चुनौतियां हैं. ഇത് നിന്റെ തലമുറ കേൾക്കരുത്. ये कभी आपके बच्चे ना सुने. നിങ്ങൾക്ക് നന്നാകണേ, പിടിച്ച് കയറിപ്പോക്കോ. अगर आपको सुधरना है तो वचन को थाम कर बढ़े ले. നന്നാകണേ, നിന്റെ വീടിനകത്തൊരു നന്നാകൻ. सुधरना है हमारे घर में सब. ഒരു നല്ല സ്നേഹാന്തരീക്ഷം വീടിനകത്ത് വെളിപ്പെടും. एक प्रेम का मंडल हमारे भवन में होना है. മക്കള് പഠിക്കണമെങ്കിൽ സ്നേഹം കൊടുക്കണം. अगर बच्चे पढ़ना है तो प्रेम दे उन्हें. മക്കള് നന്നായി വളരണമെങ്കിൽ സ്നേഹം കൊടുക്കണം. अच्छे अच्छे से बढ़ना है तो उन्हें प्रेम दे. ചിലർ ചോദിക്കുന്നത്, ആഹാരം തരുന്നില്ല നിനക്ക്? कई लोग पूछते हैं क्या तुझे खाने के लिए नहीं दे നിനക്ക് रहे? പഠിച്ചാൽ എന്നാ കുഴപ്പം? तेरे को पढ़ने में क्या दिक्कत है? ചോദിക്കുന്നവരുണ്ട്. നമ്മളൊന്നും ചോദിക്കത്തില്ല, എന്നാ ചോദിക്കുന്നവരുണ്ട്. हम लोग शायद नहीं पूछते होंगे, पूछने वाले भी हैं. ആഹാരം തരുന്നല്ലേ? ട്യൂഷൻ വിടുന്നില്ലേ? ट्यूशन नहीं भेजते हैं. പഠിച്ചാൽ എന്നാ കുഴപ്പം? क्या पढ़ने में दिक्कत है? അയ്യോ, ആ കൊച്ചിന്റെ വയറ് നിറച്ചിട്ട് കാര്യമില്ല. उसका पेट भरने से नहीं, മനസ്സ് നിറയട്ടെ സ്നേഹം കൊണ്ട്. प्रेम भरने दो उसका हृदय में. മാതാപിതാക്കളുടെ സ്നേഹം മക്കളിലേക്ക് പകരപ്പെടട്ടെ. माता पिता का प्रेम बच्चे में उंडेलने दो. നീ നിർബന്ധിക്കണ്ട, തന്നെ പഠിച്ചോളൂ. आप कोशिश ना करो, वो खुद से पढ़ लेंगे. സ്നേഹം നിറച്ചു കൊടുത്തേ. बस प्रेम भर दो उनमें. ഇല്ലെങ്കിൽ സ്നേഹത്തിന്റെ പുറകെ വേറെ ആളെ നോക്കി പോകും. नहीं तो प्रेम का पीछा करके वो എന്റെ दूसरों को വീട് ढूंढेंगे. വയറ് നിറയ്ക്കുന്ന വീടാ. मेरा भवन जो है सिर्फ पेट भरता है, പക്ഷേ എന്റെ മനസ്സ് നിറയ്ക്കാൻ എന്റെ വീടിനകത്ത് ആരുമില്ല. पर मेरा हृदय भरने के लिए मैं कोई नहीं है मेरे भवन में. നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ एक एक दिन हम मीडिया में देखते हैं तो എന്തെല്ലാം പ്രശ്നങ്ങളാ കാണുന്നത്. कितनी समस्याओं को देखते हैं. സത്യത്തിൽ മനുഷ്യർക്ക് സന്തോഷമുണ്ടോ? क्या लोगों में आनंद है? ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, पर मैं आज आपसे कहता हूँ, നമ്മുടെ വീടിനകത്ത് കൊടുക്കാൻ പറ്റുന്ന എന്നറിയോ? സ്നേഹമാ. पर हमारे भवन में हम क्या दे सकते हैं? सिर्फ प्रेम. എത്ര പേര് കേൾക്കുന്നുണ്ട്? ആഹാരം കുറഞ്ഞാല് സ്നേഹം കുറയല്ലേ? Amen. भोजन कम भी हो जाए तो प्रेम में कमी ना हो. പണം കുറഞ്ഞാലും സ്നേഹം കുറയല്ലേ? धन आप में कमी हो सकती है पर प्रेम में ना हो. ആഹാരം വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സ്നേഹത്തിന് കുറവ് വരരുത്. അവർ സ്നേഹത്തെ തേടിപ്പോകാൻ ഇടവരുത്തരുത്. भोजन की कमी हो तो भी कोई बात नहीं, आप प्रेम भरपूरी से दे, नहीं तो वे प्रेम खोज के ना जाने पाए. അംഗീകരിക്കാൻ കഴിയണം നമ്മളെ മക്കൾക്ക്. अंगीकार करना है बच्चे हमें, എന്നാൽ ഒരനുഗ്രഹം ഉണ്ടാകും. तो एक अनुग्रह आशीष होगा. രണ്ടാമത് ദൈവമക്കൾ ശരിക്കും മനസ്സിലാക്കണം, दूसरी बात आप समझना है, ഒരു കാരണവശാലും താരതമ്യം ചെയ്യരുത് നമ്മുടെ മക്കളെ. किसी बात में हम जो है तुलना ना करें. ഒരിക്കലും താരതമ്യം ചെയ്യില്ല. कभी भी तुलना ना करें. പല കുടുംബങ്ങൾ ബന്ധിക്കപ്പെട്ടു പോകുന്നതാ. कई परिवार बंधनों में पड़ जाते हैं, താരതമ്യം ചെയ്യും. तुलना कर देते हैं. അവൻ പഠിച്ചിട്ട് എത്ര മിടുക്കനായി മാറി, वो पढ़कर कितना अच्छा हो गया, അവൻ കല്യാണം കഴിച്ചിട്ട് എത്ര മിടുക്കനായി, वो शादी करके कितने अच्छे हो അവൻ गए, എന്ത് ജോലി കിട്ടി, वो वहाँ जॉब मिला, നിനക്കെന്നാ കിട്ടിയേ? तुझे क्या मिला? നിന്റെ കുടുംബം എന്നാ, तेरा परिवार कैसा है, നിന്റെ പഠിത്തം എന്നെ ഇങ്ങനെ. तेरा पढ़ाई कैसा है? താരതമ്യം ചെയ്യല്ലേ, तुलना ना करें, തോറ്റുപോ. हार जाएंगे. മക്കളെ തമ്മിൽ താരതമ്യം ചെയ്യരുത്. आप अपने बच्चों को आपस में तुलना ना അയൽവക്കത്തെ करें. ആൾക്കാരുമായി താരതമ്യം तू ചെയ്യരുത്. पड़ोसियों के बच्चों से तुलना ना करें. ഞാൻ ദൈവമക്കളോട് ആത്മാർത്ഥതയോടെ പറയാം, मैं दिल से कहता हूँ, മക്കൾ അനുസരണമുള്ളവരായി തീരണമെങ്കിൽ बच्चे आज्ञाकारी होना है तो കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുക. जो प्रेम देना है वो दे. താരതമ്യം ചെയ്യാതെ ചേർത്ത് പിടിക്കുക. तुलना ना करें, उन्हें थाम ले. നിനക്ക് നല്ല കഴിവാന്ന് പറയാൻ. बोलना है तू अच्छा योग्य है. അവന്റെ ഓരോ തോൽവി അവന്റെ ജീവിതത്തിൽ വന്നാലും उसके जिंदगी में कोई भी हार आ जाए तो ജയിക്കുമെന്ന് അവനോട് പറഞ്ഞവനെ ഉറപ്പിക്കാം. उसको दृढ़ करे कि बेटा तू जयवंत होगा, നിന്നെ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് പറയാൻ. तू जय प्राप्त कर सकता है, ऐसा बोलना है.
നിന്നെ കൊണ്ടേ പറ്റത്തുള്ളെന്ന് और പറയാം. बोलना तुझी से ही ये होगा. ഉറപ്പ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് उसको കഴിഞ്ഞാൽ दृढ़ता दे, ഞാൻ പറയാം, നമ്മളെ അവരനുസരിക്കും. तब वे हमें आज्ञा मानेंगे. അപ്പൊ ഒന്നാമത് അനുസരണം ആരിൽ വെളിപ്പെടണമെന്നറിയാം? तो पहला आज्ञा किस में प्रकट होना है? മക്കളിൽ വെളിപ്പെടണം. बच्चों में प्रकट होना है. അത് മാതാപിതാക്കളെ അനുസരിക്കുന്നവരാകണം, वो माता पिता को मानने वाले, സ്നേഹിക്കുന്നവരാകണം, प्रेम करने वाले, ചേർത്ത് പിടിക്കുന്നവരാകണം, साथ में रहने वाले बनना है. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാകണം. परमेश्वर को महिमा देने वाले बनना അങ്ങനെയെങ്കിൽ है. ഒരു ദൈവ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടാനിടയാകും. तब परमेश्वर का कार्य हम में से प्रकट होगा. ദീർഘായുസ്സ നമുക്ക് കിട്ടുന്നത്. हमें दीर्घायुष मिलेगा. അതുമൂലം നമ്മൾ സമ്പാദിക്കുന്നത് എന്താണെന്നറിയാമോ? तो उसके द्वारा हमें क्या होता है? നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെ, അനുസരിക്കുന്നതിലൂടെ तो हमारे माता पिता का आदर मान करने की, आज्ञा मानने के द्वारा നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, तो हमें सबसे ज्यादा मिलने वाली ഏറ്റവും क्वालिटी, വലിയ അനുഗ്രഹം सबसे ज्यादा आशीष, ദീർഘായുസ്സ. वो दीर्घायुष है. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഇനി ഞാൻ പറയും, ദീർഘായുസ് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു 500 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ. बहुत दिन जीवित रहने का मतलब सोच रहे कि 500 दिन साल जी रहे करके. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. मैं समझता एक बात है, ദീർഘായുസ് എന്ന് പറഞ്ഞ ഒരു പരിധി വരെ ചിലപ്പോ വർഷങ്ങൾ കൂടെ കിട്ടിയെന്ന് വരാം. हो सकता है कि बहुत दिन का मतलब 1 साल और मिल गया हो. അതിനേക്കാട്ടിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, पर मैं उससे बढ़कर चाहने वाला एक बात, ഈ മാതാപിതാക്കളെ അനുസരിച്ചാൽ अगर तू माता पिता को माने, ഒരു ദിവസം നിനക്ക് ജീവിക്കാൻ പറ്റുള്ളെങ്കിലും अगर एक दिन भी जी अच्छे से, നീ സന്തോഷത്തോടെ ജീവിക്കും. तू आनंद से जीना, നീ സന്തോഷത്തോടെ ഇരിക്കും. तू आनंद से रहना, നിന്റെ ഓരോ ഇടപാടിലും സന്തോഷമായിരിക്കും. तो तेरे हर एक कार्यों में आनंद അതൊരു रहेगा. അനുഗ്രഹമായിരിക്കും. അത് അനുഗ്രഹമാണ്. तो वो आपके लिए आशीष और अनुग्रह ठहरेगा. ജീവിതത്തിനകത്ത് വലിയ वो വ്യത്യാസങ്ങളാണ്. जीवन में बड़ा बदलाव को लेके അതുകൊണ്ട് आएगा. ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരണ്ടേ? हमारे जीवन में बदलाव को आने അപ്പൊ दो. ഈ ഉപവാസ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമാകണോ? ये उपवास प्रार्थना हमारे लिए अनुग्रह ദൈവം होना है. പറയുന്നത് എന്നാണെന്നറിയാമോ? ഒന്ന്, നമ്മുടെ തലമുറകൾ മാതാപിതാക്കളെ और അനുസരിക്കുന്നവരാകണം. पहला बताता है कि माता पिता का आज्ञा मानने वाले बने बने, സ്നേഹിക്കണം, प्रेम करें, തള്ളിക്കളയല്ലേ. ठुकराए नहीं. ഞാനിവിടെ വാക്കുകൾക്ക് मैं വിരാമം अपने ഇടുക. शब्दों को विराम